ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കാരാപ്പുഴ ഡാമിൻ്റെ ഫ്രണ്ടിലാട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ വീഡിയോ കണ്ടില്ലേ, ചീങ്ങേരിയിൽ നിന്ന് ദൂരെ ഒരു കാരാപ്പുഴ ഡാം കാണിച്ചു തന്നില്ലേ. അപ്പോൾ ആ ഡാമിൻ്റെ അടുത്താണ് നമ്മളുള്ളത്. അപ്പോൾ നമ്മൾ ഡാമിൽ പോവാം. അപ്പോൾ ഡാമിൽ നമ്മളിപ്പോൾ വന്നത് ഈ വഴിയാണ്, ചീങ്ങേരി ഈ ഭാഗത്താണ്. അവിടെ നിന്ന് ഇങ്ങനെ വന്ന് നേരെ ഡാമിൻ്റെ അടുത്തേക്ക് പോകും. അവിടെയാണ് അതിൻ്റെ എൻട്രി. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് കാരാപ്പുഴ ഡാമിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റുമോ നോക്കാം. അങ്ങനെ നമ്മൾ കാരാപ്പുഴ ഡാമിൻ്റെ എൻട്രൻസിലെത്തിട്ടോ. അപ്പോൾ നമ്മളിവിടെ വണ്ടി വെച്ചു, നേരെ പോയിട്ട് ടിക്കറ്റ് എടുക്കാം. അപ്പോൾ നമ്മൾ എൻട്രൻസിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തു. 30 രൂപ കേട്ടോ വരുന്നത് ഒരാൾക്ക്. ടിക്കറ്റ് എടുക്കുമ്പോൾ ഗൂഗിൾ പേ സ്വീകരിക്കില്ല കേട്ടോ, ക്യാഷ് തന്നെ വേണം അവിടെ. അങ്ങനെ നമ്മൾ എൻട്രൻസ് കിടന്നു കേട്ടോ. ശരിക്കും ഈ കാരാപ്പുഴ ഡാം ഒരു പാർക്ക് പോലെയാണ്. ഇവിടെ റൈഡും സിപ്പ് ലൈനും ഗാർഡനും എല്ലാം ഇങ്ങോട്ട് അങ്ങനത്തെ സെറ്റപ്പൊക്കെ കേട്ടോ. പാർക്കും അല്ലേ, ഇതൊന്ന് ഗൾഫോ ഈന്തപ്പനയല്ലടാ അത് അല്ലേ? ആ ഗൾഫിൽ പോകാത്ത ആയതുകൊണ്ട് ഈന്തപ്പന ഇതാട്ടോ സിപ്പ് ലൈനിൻ്റെ പരിപാടി. ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് സാധാരണ ഗ്രാസാണ്, സാധാരണ പുല്ലാണ്. പക്ഷെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇറങ്ങാൻ പാടില്ല. പൂക്കൾ പറിക്കരുത്, പുൽത്തടി കളിക്കരുതെന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ കാരാപ്പുഴ ഡാമിൻ്റെ ഉള്ളിലെത്തിയിട്ടോ. ഇവിടെ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മൂന്ന് തൂണ്, ഇതെന്താ സംഭവം എന്നറിയില്ല. ഒരു 3 തൂണും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫ്രണ്ട്സിൽ തന്നെ എന്താ പറയുക, നല്ല ആർട്ട് വർക്ക് ഉണ്ട് കേട്ടോ. സൂര്യനും പശിക്കൂടാണോ? അല്ല, വേറെന്തോണ്. ഇവിടെ ഇങ്ങനെ ഓരോരോ ആർട്ടുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മീന് അമ്പ സെറ്റ്. ഇനി തന്നെ പാലത്തിൽ കൂടെ നടന്നു വരുന്നത് കുരങ്ങനെയാണ് എടുത്താണ്, അല്ല കൊച്ചിനെ കേട്ടോ. ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇത് ചെമ്മീനല്ലടാ? ആ, ചെമ്മീൻ കൂട്ടാത്തോണ്ട് ചെമ്മീനാണോന്ന് അറിയില്ല. ഇത് തേങ്ങാക്കൊല. ഗുഹയോ സെറ്റ്. ഇത് സെറ്റാക്കിട്ടോ. പേടിയാണ് കണ്ടിട്ട്. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകട്ടോ. അറിയെന്താ അതിനുണ്ട് ഫീൽ എന്താ? ആദ്യമായിട്ട് വരുന്നോണ്ട് ഒന്നും തിരിയുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കാണ് പോകേണ്ടത്. ഇവിടെ മൊത്തം ഇതേപോലത്തെ ചെറിയ ആർട്ടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചുരം പോലെ നടന്നിറങ്ങാം കേട്ടോ. ഈ കാണുന്ന നമ്മൾ നേരത്തെ കാണിച്ചെന്നില്ലേ, നമ്മൾ വന്ന അവിടെ നിന്ന് കാരാപ്പുഴ ഡാം എന്ന് പറഞ്ഞില്ലേ, ആ ചീങ്ങേരി മലയാട്ടോ അത്, ആ കാണുന്ന അകലെ. ശരിക്കും ഒരു ഡാമിൻ്റെ കൺസെപ്റ്റ് അല്ല ഇവിടെ ഫുള്ള് പാർക്കാണ്. പാർക്കിൽ നടന്നു വന്നപ്പോൾ മെയിൻ അട്രാക്ഷനായി തോന്നിയത് ഈ പട്ടികളാട്ടോ. ഭയങ്കര കളിയാണ്, ഭയങ്കര ഷോ ആണ് ശരിക്കും. പട്ടി ഷോ തന്നെ, പട്ടി ഷോ ഫുള്ള് പട്ടി ഷോ കേട്ടോ. പട്ടികൾ ഇത് പിള്ളേർക്ക് കയറി കളിക്കാനുള്ളൊരു സെറ്റപ്പ് സ്ഥലമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
ഒരു ടവർ ഹൗസ് ഉണ്ട് കേട്ടോ. ഇതാണ് ഈ കാരാപ്പുഴ ഡാം. ഇത്ര നേരം നമ്മൾ കണ്ടത് കാരാപ്പുഴ ഡാമിൻ്റെ പാർക്കുകളും എന്താ പറയുക, ഇവിടെ വിനോദസഞ്ചാര കേന്ദ്രമാക്കി പ്രവർത്തിക്കാൻ വേണ്ടി അവർ സെറ്റപ്പ് ആക്കിയിട്ടുള്ളതാണ്. ഇവിടെ എന്ന് പറയുന്നത് കിലോമീറ്റർ 10-60 കിലോമീറ്ററോളം എന്താ ചുറ്റളവിൽ ഇങ്ങനെ കിടക്കുന്ന കേട്ടോ കാരാപ്പുഴ ഡാമിൻ്റെ വെള്ളം. ഇത് കംപ്ലീറ്റ് ജലസേചനം മാത്രം ലക്ഷ്യമാക്കിയിട്ടുള്ള ഡാമാണ്. ഇതാണ് നമ്മൾ ആ മലയുടെ മുകളിൽ നിന്ന് കണ്ടത്. പടിഞ്ഞാറത്തറ ഡാം പോലെ അത്ര സെറ്റപ്പ് ഒന്നുമല്ല. ഇവിടെ ജലസേചനത്തിന് മാത്രം ഉപയോഗിക്കുന്ന എന്താ പറയുക ഡാമാട്ടോ അത്. അപ്പോൾ ഇവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കാണാനുള്ളതെന്ന് വെച്ചാൽ ഈ പാർക്കിൽ എൻജോയ് ചെയ്യുക, കുട്ടികൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ. ഇവിടെ വേറെ ഒന്നുമില്ല. പിന്നെ ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ഗൂഗിൾ പേ പോലും ഇല്ല. ഗൂഗിൾ പേ ഇല്ലാതെ എന്താ പറയുക നമുക്ക് ക്യാഷ് കൊടുക്കണം. ക്യാഷ് കൊടുത്താൽ ഇവിടുത്തെ ടിക്കറ്റ് കിട്ടുള്ളൂ. അതിന് താഴോട്ട് ഇറങ്ങിയിട്ട് ഡാമിലും കൂടെ ഒന്ന് പോയിട്ട് നമുക്ക് തിരിച്ചു പോകാം. ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. അപ്പോൾ നമ്മളിവിടുന്ന് ഡാമിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇതുവഴി ഇറങ്ങിപ്പോകണം. ഈ പാർക്ക്, കുട്ടികളുടെ പാർക്കിൻ്റെ അടുത്തുനിന്ന് താഴോട്ടൊരു വഴിയുണ്ട്, അതിലാണ് ഡാമിലേക്ക് പോകുന്നത്. ഇതാട്ടോ ഈ കാരാപ്പുഴ ഡാം, കുറച്ചുകൂടെ അടുത്ത് കാണാം. ഇവിടെ ഒരു മെയിൻ അട്രാക്ഷൻ സിപ്പ് ലൈൻ കേട്ടോ. ആൻഡ് സ്വിങ് വേണ്ട പോകണം. ഇതാ ഇവിടെയൊക്കെ നോ എൻട്രി ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങോട്ട് പോകാൻ പറ്റില്ല കേട്ടോ. അവിടുത്തെ ജീവനക്കാരനാണ് നടന്നു പോകുന്നത്. അപ്പോൾ ഇതാട്ടോ ഡാം. ഇത്രയേ ഉള്ളൂ. ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. കാരാപ്പുഴ ഡാമിലേക്ക് വരണമെങ്കിൽ ഇതേപോലെ എൻജോയ് ചെയ്യാൻ വേണ്ടി, പാർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി വരാം. അല്ലാതെ ഡാമിൽ വലിയ കാഴ്ചകളും ഒന്നുമില്ല. അങ്ങനെ കാഴ്ചകൾക്കായി തുറന്നു കൊടുക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഇങ്ങോട്ട് 30 രൂപ കയറാൻ പറ്റുള്ളൂ. അതൊന്നും തുറന്നു കൊടുത്തിട്ടില്ല. അതിനുള്ള ഇത് കല്ലും കൊണ്ടാട്ടോ ഇവിടെ എന്താ പറയുക ഡാമിന് സെറ്റ് ചെയ്തേക്കണ കല്ല്, പാറക്കല്ലും കൊണ്ട്. ഡാമിൽ നമ്മൾ തിരിച്ചിറങ്ങി. ഇവിടെ കാണാൻ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡാമിൽ തിരിച്ചിറങ്ങി കേട്ടോ. ഈ കാണുന്ന മെയിൻ എൻട്രൻസ് മാത്രമേ ഉള്ളൂ ഇവിടെ കാണാൻ. ഇവിടെ ഡാമിൽ കാഴ്ചകൾ പ്രത്യേകിച്ചൊന്നുമില്ല. ആ കാണുന്ന പാർക്ക് അവിടെ കണ്ടില്ലേ, നമ്മൾ കണ്ട പാർക്ക് മാത്രമേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആ മലയുടെ മുകളിൽ നിന്ന് കാരാപ്പുഴ ഡാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇവിടെ പ്രത്യേകിച്ച് എന്താ പറയുക എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വരണ്ട. ആ സിപ്പ് ലൈനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതെല്ലായിടത്തും കിട്ടും. ഇവിടം വരെ വരേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെയാണ് സംഭവം. അതാണ് കാരാപ്പുഴ ഡാം കേട്ടോ. കംപ്ലീറ്റ് എന്താ പറയുക ജലസേചനത്തിന് മാത്രം ഉപയോഗിക്കുന്നത്. നേരത്തെ പറഞ്ഞാൽ ജലസേചനത്തിന് മാത്രം ഉപയോഗിക്കുന്ന ഡാമാണ്. പക്ഷേ ഇവിടുന്ന് ഫണ്ട് ഉണ്ടാക്കുന്നത് എന്താ പറയുക ഇതേപോലെയുള്ള വിനോദ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടാണ്. അത് പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.